عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, കേരളത്തിലെ സമസ്തക്കാരായ ആളുകൾ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഒരു പുസ്തകം യൂണിവേഴ്സിറ്റിയിൽ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ, അഫ്ളലുൽ ഉലമയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് പിൻവലിക്കണമെന്നും അതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് പഠിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കിതാബിൽ എന്താണ് ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായിട്ട് ഉള്ളത് എന്നതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. കിതാബ് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് മുസ്ലിയാക്കന്മാരെ ഇത്ര ചൊടിപ്പിക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ ഇവരുടെ സകല തട്ടിപ്പുകളും വെളിച്ചത്താകും. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ അറബി കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾ ഇത് പഠിക്കുകയും പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസും മുന്നോട്ട് വെക്കുന്ന തൗഹീദ് അല്ല ഇന്ന് സമസ്തക്കാരായ കേരളത്തിലെ ഷിയാക്കൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഖബർ വ്യവസായവും ഖബറുമായി ബന്ധപ്പെട്ട ഇസ്തിഗാസയും ഖബറാളികളോടുള്ള ചോദ്യവും അത് വെച്ച് തബറുക്കെടുക്കലും അതുപോലെ തന്നെ റാത്തീബുകളും മാലകളും അതിലെ പാട്ടുകളും ആ പാട്ടിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടങ്ങളും ഒന്നും തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ ലേബലിൽ പെട്ടതല്ല എന്ന് മനസ്സിലാക്കും എന്ന പേടിയിൽ നിന്നാണ് ഇവർ ഇതിനെതിരെ ജിഹാദുമായിട്ട്, ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ജിഹാദുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഏതുപോലെ ഇവിടെ വ്യഭിചാരം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം നടത്തുന്ന ലൈംഗിക തൊഴിലാളികൾ ഇവിടെ രംഗത്തിറങ്ങും, സമരത്തിനിറങ്ങും. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കള്ള് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ കള്ളുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആളുകൾ ഇവിടെ രംഗത്തിറങ്ങും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ പലിശ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ ഉടമസ്ഥന്മാരായ ആളുകൾ ഇവിടെ രംഗത്തിറങ്ങും, അതുമായി ആ നിയമം പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കിതാബ് തൗഹീദ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജാറങ്ങൾക്ക് നിലനിൽപ്പില്ല, ജാറങ്ങളുമായി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്ക് നിലനിൽപ്പില്ല, ജാറ വ്യവസായവുമായി നടക്കുന്ന കമ്മിറ്റിക്കാർക്ക്, ഉറൂസ് മഹാമഹങ്ങളുമായി നടക്കുന്ന കമ്മിറ്റിക്കാർക്ക്, അതുപോലെ തന്നെ ജാറം പറഞ്ഞിട്ട് പണം പിടുങ്ങുന്ന ആളുകൾക്ക്, നേർച്ച പറഞ്ഞിട്ട് പണം പിടുങ്ങുന്ന ആളുകൾക്ക്, മഹാമഹങ്ങൾ നടത്തിയിട്ട് ഹറാമിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന ആളുകൾക്ക്, കരിമരുന്ന് കച്ചവടക്കാർക്ക്, ഇവർക്കൊന്നും തന്നെ സമുദായത്തിൽ സ്ഥാനമുണ്ടാവുകയില്ല. അവരുടെ കച്ചവടമെല്ലാം പൂട്ടിപ്പോകും, നേർച്ചക്കുറ്റികളെല്ലാം എടുത്തുപോകും എന്ന വ്യക്തമായ അറിവാണ് പലിശക്കാരൻ സമരം ചെയ്യുന്നത് പോലെ. വ്യഭിചാരി ആയ മനുഷ്യൻ വ്യഭിചാരം പൂട്ടണമെന്ന് പറഞ്ഞാൽ, വ്യഭിചാരശാലകൾ അടക്കണമെന്ന് പറഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കുന്നത് പോലെ ഇവിടെ നമ്മുടെ മുസ്ലിയാക്കന്മാരും ഈ ഒരു കിതാബിനെതിരെ, ഇസ്ലാം പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന, റസൂൽ പഠിപ്പിച്ച, സ്വഹാബത്ത് മനസ്സിലാക്കിയ ഇസ്ലാമിലെ തൗഹീദ് പഠിപ്പിക്കുന്ന പുസ്തകത്തിനെതിരെ രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. കിതാബ് തൗഹീദിൽ നിന്ന് ഇവർ ഒന്നാമതായിട്ട് എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു ഇബാറത്ത് നമ്മുടെ ബഷീർക്ക ഇവിടെ ഇട്ടുകൊണ്ട് അവരോട് ചോദിച്ചിരുന്നു, എന്താ മുസ്ലിയാരെ ഇതിന് കുഴപ്പം, ഈ പറയുന്ന കാര്യത്തിന് എന്താണ് മുസ്ലിയാരെ കുഴപ്പം എന്ന് ചോദിച്ചിരുന്നു. അതിനെപ്പറ്റി എന്ന് ഇയാൾ മിണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ മഹാന്മാരെ കുറ്റം പറയുന്നു, അതുപോലെ തന്നെ നമ്മുടെ മഹത്തുക്കളെ കുറ്റം പറയുന്നു, ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിരളി പിടിക്കുക എന്നതല്ലാതെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടില്ല. ഒരു സ്വപ്നകഥയും അതുപോലെ തന്നെ ഒരു ജാറത്തിന് ഓട്ടകുത്തിയതുമാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിന്റെ നിജസ്ഥിതി ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാം. ഇവിടെ കിതാബ് തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സമരം
ചെയ്തത്? ഓരോ ഇബാറത്തുകളും ഇട്ടിട്ട് ഇതാ ഇന്നത് ഇസ്ലാമിന് വിരുദ്ധമാണ്, ഇതാ ഇന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയ്ക്ക് വിരുദ്ധമാണ്, ഇതാ ഈ ഇബാറത്ത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഇതാ ഈ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള മുസ്ലിയാക്കന്മാരാണ് ഇവിടെ ഇറങ്ങേണ്ടത്. അല്ല മൊത്തത്തിൽ കാടടച്ചൊരു വെടിയും വെച്ചിട്ട് കിതാബ് തൗഹീദ് മുഴുവൻ തെറ്റാണ് എന്ന് എല്ലാവരും പറയും പോലെ ഒരു അഴകുഴമ്പൻ നയത്തിൽ അങ്ങ് പറഞ്ഞാ പോരാ. എന്താണ് അതിന് മുസ്ലിമിന്റെ അഖീദയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ബഷീർക്ക് വായിച്ച ഒരു ഇബാറത്ത് എന്തായിരുന്നു അത്? അന്ന റജുലൻ യുഖിറു ബി أن رجلا يقر إقرارا كاملا بتوحيد الربوبية والأسماء والصفات. ഒരു മനുഷ്യൻ അവൻ പരിപൂർണമായിട്ട് കാമിലായിട്ട് തൗഹീദുർ റുബൂബിയത്തും വൽ അസ്മാഉ വസ്സിഫാത്തും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും അംഗീകരിക്കുന്നു പൂർണ്ണമായിട്ട്. ലാക്കിൻ പക്ഷേ അവൻ യദ്ഹബു ഇലൽ ഖബരി, പക്ഷേ അവൻ ഖബറിന്റെ അടുക്കലേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? സിയാറത്തിന് വേണ്ടിയിട്ടല്ല. അതുപോലെ തന്നെ അള്ളാഹ് ഖബറാളിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനല്ല. അത് റസൂല് പഠിപ്പിച്ചതാണ്, അത് സ്വഹാബത്ത് ചെയ്തതാണ്, അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉള്ളതാണ്. എന്നാൽ അവൻ പോകുന്നത് എന്തിനാണെന്നറിയോ? ഫയഅബുദു സാഹിബഹു, ആ ഖബറാളിയെ അവൻ ആരാധിക്കുന്നു, ആ ഖബറാളിയെ അവൻ ആരാധിക്കുന്നു. ഇത് കിതാബ് തൗഹീദിൽ ഉള്ളതാണ്, ഇത് കിതാബ് തൗഹീദിൽ ഉള്ളതാണ്. ഈ വാദത്തിന് വിരുദ്ധമായിട്ട് ഇസ്ലാമിലൊരു വാദമുണ്ടോ എന്ന്? ഖബറാളികളെ ആരാധിക്കാമെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടത്. ഈ ഇബാറത്ത് ശരിയല്ല എന്ന് മാത്രമല്ല, ഔ യുൻദിറു ലഹു, ആ ഖബറാളിക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കുന്നു, ഖബറാളിക്ക് വേണ്ടിയിട്ട് നേർച്ച നേരുന്നു. വെറുതെയാണോ? അല്ല. ഖുർബാനൻ യതഖറബു ബിഹി ഇലൈഹി, അല്ലാഹുവിലേക്ക് അവനെ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു അടുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവൻ നേർച്ചയാക്കുന്നത്. ഈ ഒരു ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേർച്ച അള്ളാന്റെ റസൂല് പരിശുദ്ധ ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ അതാണ് ഇവിടെ വെക്കേണ്ടത്. ഇതാ ഈ ഒരു നേർച്ച ഖബറാളിക്കുള്ള ഒരു നേർച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉള്ളതാണ്, റസൂല് പഠിപ്പിച്ചതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗണ്ണിക്കേണ്ടത്, ആൺകുട്ടികളെ പോലെ. മനസ്സിലായില്ല? എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫഇന്ന ഹാദാ മുശ്രികുൻ കാഫിറുൻ മുഖ്ലദുൻ ഫിന്നാർ. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇത് ചെയ്യുന്നവൻ കാഫിറാണ്. കാരണം പരിശുദ്ധ ഖുർആന് പറഞ്ഞത് വൽ യൂഫൂ നുദൂറഹും, നിങ്ങൾ എന്ത് ചെയ്യണം? അവർ അവരുടെ നേർച്ചകൾ പൂർത്തീകരിക്കട്ടെ. ആർക്ക് വേണ്ടിയിട്ട്? അള്ളാഹുവിന് വേണ്ടിയിട്ട്. ഈ പരിശുദ്ധ ഖുർആനിനെ നിഷേധിച്ചവനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നവൻ എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു അവൻ മുശ്രിക്കാണ്. കാരണം എന്താണ്? മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. നേർച്ചകൾ നേരേണ്ടത് അള്ളാഹുവിനാണ്. അത് മറ്റുള്ളവർക്ക് നേർച്ചകൾ നേർന്നു കഴിഞ്ഞാൽ അത് ശിർക്കുമാണ്. അവൻ നരകത്തിൽ ശാശ്വതനാണ്. എന്നിട്ട് ആയത്തും കൊടുത്തു. എന്ത്? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെച്ചാൽ അല്ലാഹു തആല സ്വർഗം അവന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. ഈ ആയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ പറയണം. അതുപോലെ തന്നെ ഇവിടെ കിതാബ് തൗഹീദിൽ വന്ന ഖബറാളിയെ ആരാധിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അത് പറയണം. അതുപോലെ തന്നെ ഖബറാളിക്ക് വേണ്ടിയിട്ട് നേർച്ച നേർന്നാൽ അത് ശിർക്കാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അത് ഇസ്ലാമിൽ പെട്ടതല്ലേ? അത് പഠിപ്പിക്കേണ്ടതല്ലേ? എന്ന കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നുള്ളത് നിങ്ങൾ ഇവിടെ പറയണം. ഇസ്ലാമിക പ്രമാണം വെച്ചുകൊണ്ട് ഈ ഇബാറത്തിനെ നിങ്ങൾക്ക് ഗണ്ണിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഇവിടെ കാണേണ്ടത്. ഇൻഷാ അല്ലാഹ്. ഖബറാളിയെ ആരാധിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കാണോ അത് ശിർക്കാണോ നിങ്ങൾ ഇവിടെ പറയണം. ഖബറാളിക്ക് വേണ്ടിയിട്ട് നേർച്ച നേർന്നാൽ അവൻ മുശ്രിക്കാണോ അത് ശിർക്കാണോ നിങ്ങൾ ഇവിടെ പറയണം. ഇനി അത് മാത്രമല്ല, ഇത് കിതാബ് തൗഹീദിൽ മാത്രമല്ല, തജ്രീദ് തൗഹീദ് ഇമാം മഗ്രിസി തങ്ങള് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട് എന്ത്? ശിർക്ക്
ഷിർക്ക് പറഞ്ഞാൽ ഖാലിഖിനെ മഖ്ലൂക്കിനോട് സദൃശ്യപ്പെടുത്തലാണ്, അല്ലെങ്കിൽ മഖ്ലൂക്കിനെ ഖാലിഖിനോട് സദൃശ്യപ്പെടുത്തലാണ്. എന്നിട്ട് ആ സദൃശ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ, പ്രത്യേകമായ കാര്യങ്ങൾ പറയുമ്പോ അദ്ദേഹം വിശദീകരിക്കുന്നു, ഫമൻ സജദ ലിഗൈരിഹി ഫഖദ് ശബ്ബഹ ബിഹി. ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സുജൂദ് ചെയ്താൽ, ഖബറിന് സുജൂദ് ചെയ്യുന്ന നാടാണ് നമ്മുടെ നാട്. നിങ്ങളുടെ വൈലത്തൂര് തങ്ങള് ഖബറിന് സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? അങ്ങനെ ചെയ്താൽ അത് ഷിർക്കാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ തവക്കുലാക്കിയാൽ അത് ഷിർക്കാണ്. തൗബ മറ്റുള്ളവരോട് നടത്തിയാൽ അത് ഷിർക്കാണ്. അതുപോലെ തന്നെ സത്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു മഖ്ലൂക്കിനെ വെച്ചുകൊണ്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ, ഫമൻ ഹലഫ ബിഗൈരിഹി ഫഖദ് ശബ്ബഹ ബിഹി. എന്താണ്? മറ്റുള്ളവരെ കൊണ്ട് ഒരുത്തൻ സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹുവിനോട് മഖ്ലൂക്കിനെ സദൃശ്യപ്പെടുത്തലാണ്, ഷിർക്കാണ്. അടുത്തത് പിടിച്ചോ, വമിൻഹാ അദ്ദബഹു അലഹു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അറിവ്, അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള അറിവുണ്ടല്ലോ. ഫമൻ ദബഹ ബിഗൈരിഹി ഫഖദ് ശബ്ബഹ ബിഹി. ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അറിവ് നടത്തിയാൽ, മൊഹീദ്ദീൻ ശേഖിന് കോയയെ നേർച്ചയാക്കിയിട്ട് അറിവ് നടത്തുന്നില്ലേ? റിഫായി ശേഖിന് ആടിനെ കൊടുക്കുന്നില്ലേ? ജാരത്തിങ്കലേക്ക് ഒരു ആടിനെ ഒഴിഞ്ഞിടുന്നില്ലേ? ഈ ജാതി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോ ഫഖദ് ശബ്ബഹു ബിഹി, അല്ലാഹുവിനോട് ഈ സൃഷ്ടിയെ അവൻ എന്താക്കി? സദൃശ്യപ്പെടുത്തി. അവൻ ശിർക്ക് ചെയ്തു. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ പുസ്തകത്തിനെതിരെ സംസാരിക്കാൻ, തജ്രീദ് തൗഹീദിന് എതിരെ സംസാരിക്കാൻ, ഇമാം മഖ്രിസിയെ തള്ളാൻ, ഇദ്ദേഹം വഹാബി ചാരനാണെന്ന് പറയാൻ, അതുപോലെ തന്നെ വഹാബികളുടെ ആശയം പേറുന്നവനാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ പറയണം. ഈ കിതാബിൽ മാത്രമല്ല, പല കിതാബുകളിൽ നിന്നും ഞങ്ങൾ കൊണ്ടുവരും ഇതേ ആശയങ്ങളെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു, ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്ത്? മറ്റുള്ളവരുടെ പേരിൽ സത്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിൽ ഷിർക്ക് വെച്ചവനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ കിതാബ് തൗഹീദിലുള്ള വിഷയം മുജാഹിദിന്റെ സൃഷ്ടിയല്ല, പണ്ഡിതന്മാര് പറഞ്ഞത് തന്നെയാണ്, പരിശുദ്ധ ഖുർആനിൽ വന്നത് തന്നെയാണ്. ഗണ്ണനമുണ്ടെങ്കിൽ ഓരോന്നായിട്ട് പ്രമാണം ഉദ്ധരിച്ച് പറയണം നിങ്ങള്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.